ഇവിടെ ഒരു മുതലുണ്ട്. അതെ, ഇതാ സാധനം. ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ ഭ്രാന്തുള്ളതെന്ന്. പക്ഷെ എനിക്ക് മാത്രമല്ല, ഇതുപോലെ ആന്തുള്ള കുറേ പേരുണ്ട്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതേ ഇരിക്കുന്നു. ഇതാണ് മിസ്റ്റർ അതുൽ. ഹായ് ഗൈസ്. അതിലും എന്നെ പോലെ വലിയൊരു കളക്ടറാണ്. വലിയതൊന്നുമല്ല, നിങ്ങളെയൊക്കെ കണ്ട് പഠിച്ചു വരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ആളെ ഞാൻ മീറ്റ് ചെയ്തത്. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതെ, ഒരു വട്ടം കണ്ടേ ഉള്ളൂ പിന്നെ പറയുന്നേ, ഒരു വട്ടം കണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതൊരു ഇത്ര കൊല്ലത്തെ ഒരു സൗഹൃദം പോലെ ആയിപ്പോയി അല്ലേ. അതാണ് ഇങ്ങനെ കണ്ടു. ഇപ്പൊ ഞാൻ ആളുടെ വീട്ടിലാണുള്ളത്. ആളുടെ റൂം അതെ റെഡിയാക്കി വെച്ചേക്കുവാ. അപ്പൊ ഇതെല്ലാം ഞാൻ ഇപ്പൊ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ സാധനം. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നടാവേ? ശ്രമിച്ചാൽ വിജയം നമുക്ക്. ഈ സാധനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടാത്ത ഇതിലും പലതിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. കുറെ വർഷങ്ങളായിട്ട് ഞാൻ കളക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്റെ കയ്യിൽ ഈ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള എല്ലാ കാറുകളൊന്നും ഇല്ല. എല്ലാവരും നോക്കി നടക്കുന്ന വേറൊരു കാറ് എന്റെ കയ്യിലുണ്ട്. എല്ലാം പ്രൊട്ടക്ടറിന്റെ അകത്തിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പ്രൊട്ടക്ടറൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ആരോടാ പഠിപ്പിച്ചു തന്നെ? അതാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. വേണ്ട നിസാൻ R32 സ്കൈലൈൻ GTR. അതെ, പിന്നെ പഴയ ഒരു ട്രഷർ ഉണ്ട്. ഇത് നമുക്ക് തന്ന നമ്മുടെ സ്വന്തം ആളാട്ടോ.